ഇന്ന് കോവിഡ് ബാധിച്ചത് 28,514 പേർക്കാണ്. 1,26,028 പരിശോധനകൾ നടന്നു. മരണസംഖ്യ 176 ആണ്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,89,283 പേരാണ്. ഇന്ന് രോഗമുക്തരായത് 45,400 പേരാണ്. SSLCയുടെ IT പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കും. SLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ജൂൺ 1 മുതൽ ജൂൺ 19 വരെയും SSLC മൂല്യനിർണ്ണയം ജൂൺ 7 മുതൽ ജൂൺ 25 വരെയും നടത്തും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ ജൂൺ 21 മുതൽ ജൂലൈ 7 വരെയും നടത്തും. മൂല്യനിർണ്ണയത്തിന് പോകുന്ന അധ്യാപകരെ വാക്സിനേറ്റ് ചെയ്യും. അത് മൂല്യനിർണ്ണയത്തിന് മുൻപ് തന്നെ പൂർത്തീകരിക്കും. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂട്ടായി ആലോചിക്കും. PSC അഡ്വൈസ് കാത്തിരിക്കുന്നവരുണ്ട്. അത് ഓൺലൈനായി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ PSCയുമായി ചർച്ച ചെയ്യും. ബ്ലാക്ക് ഫംഗസ് സംബന്ധിച്ച് മെഡിക്കൽ ഓഡിറ്റ് നടത്തും. ഇതിനാവശ്യമായ മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തും. പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകൾ വില കൂടിയതാണെങ്കിൽ പോലും കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദിവാസി ഊരുകളിൽ ചിലതിൽ രോഗം പടരുന്നുണ്ട്. അപ്പം അവിടെ കൃത്യമായി പരിശോധന നടത്തി രോഗികളായിട്ടുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുക, CFLTCകളിലേക്ക് അയക്കുക, ആശുപത്രികളിൽ പോകേണ്ടതുണ്ടെങ്കിൽ ആശുപത്രികളിൽ പോവുക, കരുതൽവാസ കേന്ദ്രത്തിൽ വേണമെങ്കിൽ അങ്ങനെ അയക്കുക. ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പട്ടികവർഗ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ആദിവാസി മേഖലയും സന്ദർശിച്ച്, ഊരുകൾ സന്ദർശിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള ഇടപെടൽ നടത്തും. വാക്സിനേറ്റ് ചെയ്യേണ്ടവർക്ക് മുൻഗണനാക്രമത്തിൽ തന്നെ വാക്സിൻ നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. അതേപോലെ തന്നെ വൃദ്ധസദനങ്ങൾ, ചിലതിൽ വിവിധ രോഗങ്ങളുള്ളവർ കാണും. അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അപൂർവം ചിലയിടത്ത് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വയോജന കേന്ദ്രങ്ങളും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. എന്ത് നടപടിയാണോ ആവശ്യമായിട്ടുള്ളത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട്
അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. ഇതോടൊപ്പം ചില മത്സ്യ മാർക്കറ്റുകൾ, പച്ചക്കറി മാർക്കറ്റുകൾ ഇവിടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതികൂലമായി വരുന്നുണ്ട്. കോവിഡ് വ്യാപനത്തിനിടയാക്കുന്ന ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇത് പരിശോധിച്ച് ഗൗരവമായി തന്നെ ഇടപെട്ട് നിയന്ത്രണ വിധേയമാക്കണമെന്ന് കണ്ടിട്ടുണ്ട്. പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഇടപെടും. ഇപ്പോൾ സാർവദേശീയ തലത്തിലും ദേശീയ തലത്തിലും ചർച്ച ഉയർന്നു വന്നിട്ടുള്ളത് മൂന്നാം തരംഗത്തിൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. ഇപ്പോൾ വാക്സിനെ അതിജീവിക്കാൻ ശേഷി നേടിയ വൈറസ് ഉത്ഭവമാണ് മൂന്നാം തരംഗത്തിന് ഒരു കാരണമായേക്കുക. വാക്സിൻ എടുത്തവർക്ക് അത് ഒരു ഡോസാണെങ്കിലും സുരക്ഷിതത്വമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ആളുകളും രോഗവാഹകരാകാം. വാക്സിൻ എടുത്തവർക്ക് രോഗം വരുന്നത് പലപ്പോഴും അനുബന്ധ രോഗമുള്ളതിനാലാണ്. അതുകൊണ്ട് അവരെല്ലാം കോവിഡ് പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കുകയാണ് വേണ്ടത്. അനുബന്ധ രോഗങ്ങളുടെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ ഇതുവരെയുള്ള പരിണാമം നിരീക്ഷിച്ചാൽ അതിൻ്റെ ഉച്ചസ്ഥായി പിന്നിട്ടതായി അനുമാനിക്കാം. പക്ഷേ ഉച്ചസ്ഥായി പിന്നിട്ടതിന് ശേഷമാണ് രോഗവുമായി ബന്ധപ്പെട്ട ഗുരുതരാവസ്ഥകളും മരണങ്ങളും സംഭവിക്കുന്നതായി കാണുന്നത്. അത് വർദ്ധിക്കുന്നതായി കാണുന്നത്. അതുകൊണ്ട് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സമയമാണിത്. ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ. ഈ ഘട്ടത്തെ നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലും മുഴുവൻ ജില്ലാ ആശുപത്രികളിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് നേരത്തെ കണ്ടതാണ്. നമ്മുടെ പ്രാഥമികമായ കർത്തവ്യം ജീവൻ സംരക്ഷിക്കുക എന്നതാണ്. ഈ തരംഗം, അതായത് രണ്ടാമത്തെ കോവിഡ് തരംഗം, പുതിയ ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം രോഗബാധ ഉയരാം, വൈറസുകളുടെ ജനിതക വ്യതിയാനം എന്തെല്ലാം ഭീഷണികൾ ഉയർത്താം. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അതിനനുസരിച്ച് എങ്ങനെ തയ്യാറെടുക്കണം, മറ്റ് സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെ വിന്യസിക്കണം, സാമൂഹ്യ ജാഗ്രത എത്തരത്തിൽ പ്രായോഗികവൽക്കരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുതിയ ഉൾക്കാഴ്ചകൾ പുതിയ കോവിഡ് തരംഗത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. മൂന്നാമത്തെ തരംഗം
ഉണ്ടാകാനുള്ള ശക്തമായ സാധ്യതകൾ നിലനിൽക്കെ ഈ അനുഭവങ്ങളെ വിശദമായ രീതിയിൽ വിലയിരുത്തി കൂടുതൽ മികച്ച പ്രതിരോധത്തിനായി തയ്യാറെടുക്കാനുള്ള ശക്തമായ നടപടികൾ ആരംഭിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ പരിപൂർണമായ പിന്തുണയാണ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ നാശം വിതച്ച രണ്ടാം തരംഗത്തെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താൻ സഹായകമായ പ്രധാന ഘടകം. അനേകം വിഷമതകളെ അതിജീവിച്ച് ദൃഢനിശ്ചയത്തോടെ സർക്കാരിനൊപ്പം നിന്ന ജനങ്ങളെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഈ ജാഗ്രത കുറച്ച് നാളുകൾ കൂടെ ഇതേപോലെ കർശനമായ രീതിയിൽ തുടരേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണത്തിനായി അഭ്യർത്ഥിക്കുന്നു. ബ്ലാക്ക് ഫംഗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മ്യൂക്കർ മൈക്കോസിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ട് നിരവധി അശാസ്ത്രീയവും ഭീതിജനകവുമായ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. മ്യൂക്കർ മൈക്കോസിസ് വളരെ അപൂർവമായ രോഗാവസ്ഥയാണ്. മുൻപ് വിശദമാക്കിയതുപോലെ വളരെ ചുരുക്കം ആളുകളിൽ മാത്രമാണ് ഈ രോഗം ബാധിക്കാറുള്ളത്. നിലവിൽ കാറ്റഗറി സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രോഗികളുടെ എണ്ണം കൂടുതലായതിനാൽ ഒരുപക്ഷേ മ്യൂക്കർ മൈക്കോസിസ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തേക്കാം. ഗുരുതരമായ പ്രമേഹ രോഗമുള്ളവരിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത്. അവരെ കോവിഡ് ബാധിച്ചാൽ നൽകേണ്ട ചികിത്സാ മാനദണ്ഡങ്ങൾ കൃത്യമായി ആശുപത്രികൾക്ക് നൽകിയിട്ടുമുണ്ട്. പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമായി നിലനിർത്താനുള്ള പ്രത്യേക ശ്രദ്ധ രോഗികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കും. മലപ്പുറത്തിനായി ആക്ഷൻ പ്ലാൻ നടപ്പാക്കുകയും ചെയ്യുന്നതാണ്. അവിടെ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 75,000 പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലയിൽ നിയമിക്കുന്നതുമാണ്. ഈ പ്രത്യേക ചുമതലക്ക് നിയോഗിക്കുന്നതാണ്. നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ കർശനമായ പരിശോധനകളാണ് മലപ്പുറം ജില്ലയിലാകെ നടക്കുന്നത്. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമാനുസൃതമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമസമാധാന വിഭാഗം ADGP, ഉത്തരമേഖല IG എന്നിവർ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്ത്
നടപടികൾക്ക് നേതൃത്വം നൽകി വരികയാണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇന്ന് രാവിലെ പിൻവലിച്ചു. മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണും ബാക്കി എല്ലാ ജില്ലകളിലും ലോക്ക്ഡൗണുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 8620 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4494 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 34,61,250 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പന്തലിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. ആദ്യ ദിവസം KSRTC ജീവനക്കാർക്കാണ് വാക്സിൻ നൽകിയത്. തുറന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കുകയും ചെയ്യും. വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്ന കോവിഡ് രോഗികൾ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനു പകരം സ്വയം ചികിത്സിക്കാനോ വൈദ്യശാസ്ത്രത്തിൽ നിയമപരമായ അംഗീകാരമില്ലാത്ത വ്യാജ ചികിത്സകരുടെ ചികിത്സ സ്വീകരിക്കാനോ പാടില്ല. അത്തരം രീതികൾ രോഗാവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളും മറ്റ് ഗുരുതര രോഗാവസ്ഥയുള്ളവരും ഇത് വളരെ കർശനമായി പാലിക്കേണ്ടതാണ്. മൺസൂൺ കാലം ആരംഭിക്കാൻ ഇനി അധികം ദിവസങ്ങളില്ല. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ അനുഭവങ്ങൾ വളരെ കരുതലോടെ ഈ കാലത്ത് നേരിടണമെന്ന പാഠമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കോവിഡ് രോഗവ്യാപനം കൂടി നിലനിൽക്കുന്ന കാലമായതിനാൽ നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരോഗ്യ സംവിധാനങ്ങളെ സജ്ജമാക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ഒന്നാം തല, രണ്ടാം തല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കോവിഡ് നേരിടാൻ മാത്രമായി ഉണ്ടാക്കിയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തമായ മഴ മൂലമുണ്ടായേക്കാവുന്ന പ്രളയങ്ങളോ മണ്ണിടിച്ചിലോ പോലുള്ള ദുരന്തങ്ങൾ ബാധിച്ചേക്കാം. ക്യാമ്പുകളിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അതോടൊപ്പം കോവിഡ് രോഗബാധയുള്ളവരുമായി ഇടകലരാനുള്ള സാധ്യതയും ക്യാമ്പുകളിലുണ്ടാകാം. മൺസൂൺ കാല രോഗങ്ങളും മഴയുണ്ടാക്കുന്ന രോഗങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, മഴയുണ്ടാക്കുന്ന ദുരന്തങ്ങൾ, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇതൊക്കെ കാരണം ആശുപത്രികളിലെ സൗകര്യങ്ങൾ
അത് അപര്യാപ്തമാകുന്ന സാഹചര്യം വരെ വന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവയെ പരമാവധി മറികടക്കാൻ സാധിക്കുന്ന മുന്നൊരുക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി പ്രളയവും മണ്ണിടിച്ചിലും ബാധിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സമഗ്രമായ ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ഓരോ ആരോഗ്യ കേന്ദ്രത്തിലും അത്തരം ആപൽഘട്ടങ്ങളിൽ അവിടെ നിന്നും അടിയന്തരമായി മാറ്റേണ്ട ഉപകരണങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും കൃത്യമായ ലിസ്റ്റ് തയ്യാറാക്കി വെക്കും. അതോടൊപ്പം അവയെല്ലാം മാറ്റി പ്രവർത്തനങ്ങൾ തുടരാൻ സാധിക്കുന്ന സാധ്യതാ സ്ഥലങ്ങളും കണ്ടുവെക്കും. പ്രധാന ആശുപത്രികളിലെല്ലാം മാസ് കാഷ്വാലിറ്റി ട്രയാജ് പ്രോട്ടോക്കോൾ, അതായത് വലിയ അത്യാഹിതങ്ങളെ എങ്ങനെ നേരിടാം അതിനുള്ള മാനദണ്ഡം അത് നടപ്പിലാക്കും. അതിനോടൊപ്പം ഇതിനാവശ്യമായ പരിശീലനങ്ങൾ ഉറപ്പുവരുത്തും. ആശുപത്രികളുടെ കാര്യക്ഷമതാ പരിധിക്ക് മുകളിലോട്ട് പെട്ടെന്ന് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സർജ് കപ്പാസിറ്റി പ്ലാൻ തയ്യാറാക്കുകയും നടപ്പിലാക്കാൻ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുകയും ചെയ്യും. അത്യാഹിത ഘട്ടങ്ങളോട് പിഴവില്ലാത്ത രീതിയിൽ പ്രതികരിക്കാൻ സഹായകമായ ഹോസ്പിറ്റൽ എമർജൻസി റെസ്പോൺസ് പ്ലാനും തയ്യാറാക്കി പരിശീലനം നൽകും. ഇത്തരം ഘട്ടങ്ങളിൽ കൃത്യമായ ഏകോപനം ഉറപ്പുവരുത്തുന്നതിനായി ആശയവിനിമയ സംവിധാനവും ഒരുക്കും. ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ ചികിത്സയിലുള്ളവർ, അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയിൽ കഴിയുന്നവർ, ഇങ്ങനെയുള്ളവരടക്കം ചികിത്സ മുടങ്ങാൻ പാടില്ലാത്ത ഗുരുതരമായ രോഗമുള്ളവരുടെ സമഗ്രമായ ലിസ്റ്റുകൾ തയ്യാറാക്കും. അത്യാഹിത ഘട്ടങ്ങളിൽ ഇവരുടെ ചികിത്സ മുടങ്ങാതെ നോക്കാൻ വേണ്ടിയാണിത്. ഈ ആളുകളെല്ലാം അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ നിർബന്ധമായും കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. അതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടാനായി ജില്ലാ കൺട്രോൾ സെൽ, വാർഡ് മെമ്പർ, ഏതെങ്കിലും സന്നദ്ധ സംഘടനയിലുള്ള വളണ്ടിയർമാരുടെ നമ്പർ ഇവയെല്ലാം സൂക്ഷിക്കണം. ഇത്തരം രോഗികൾക്ക് ആശുപത്രികളിൽ നിന്ന് മരുന്ന് ഒരു മാസത്തേക്ക് നൽകണം. ആശുപത്രികളെല്ലാം 2 ആഴ്ചകളിലേക്കുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് കൂടുതലായി എപ്പോഴും കരുതണം. ഡോക്സിസൈക്ലിൻ, ORS, ബ്ലീച്ചിങ് പൗഡർ, മാസ്കുകൾ, സാനിറ്റൈസറുകൾ ഇവ നിർബന്ധമായും ആ സ്റ്റോക്കിൽ ആവശ്യത്തിനുണ്ടാകണം. ഗർഭിണികൾ, കിടപ്പിലായവർ, ഭിന്നശേഷിയുള്ളവർ തുടങ്ങി ദുരന്തഘട്ടത്തിൽ ഏറ്റവും ആദ്യം സഹായമെത്തിക്കുകയും
സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യേണ്ടവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുകയാണ്. ഇവരുടെ വീടുകൾ മാപ്പ് ചെയ്യുകയും വേണം. അതിനു പുറമെ ഇവരെ വളണ്ടിയർമാരുമായി ബന്ധപ്പെടുത്തുകയും അവശ്യഘട്ടങ്ങളിൽ കാലതാമസമില്ലാതെ അവിടെ എത്തി അവരെ സുരക്ഷിതരാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗികളായവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും അല്ലാത്തവർക്കും പ്രത്യേക വാഹന സൗകര്യം ഒരുക്കണം. വെള്ളം കയറുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ തറയിൽ നിന്നും കൂടുതൽ ഉയരമുള്ള വാഹനങ്ങളായിരിക്കണം കരുതേണ്ടത്. അതുപോലെ തന്നെ ആംബുലൻസുകളായി ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങളും കണ്ടെത്തണം. വെള്ളം കയറുന്ന സാഹചര്യങ്ങളിൽ പാമ്പ് കടിയേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ആൻറ്റി സ്നേക്ക് വെനം ആശുപത്രികളിൽ കരുതേണ്ടതാണ്. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പാമ്പ് കടിയേറ്റാൽ നൽകേണ്ട ചികിത്സകളിൽ ആവശ്യമായ പരിശീലനം ഉറപ്പുവരുത്തുകയും വേണം. 20 വീടിന് ഒരു വളണ്ടിയർ എന്ന നിലയിൽ സന്നദ്ധ സേനകളെ കൂടുതൽ ശക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണം. സന്നദ്ധ സേനാംഗങ്ങൾക്ക് പ്രാഥമിക ചികിത്സ നൽകാനുള്ള പരിശീലനം, അതോടൊപ്പം കിറ്റും നൽകണം. കൃത്യമായ ആശയവിനിമയ നിർദ്ദേശങ്ങളും ഇവർക്ക് നൽകണം. പ്രളയമുണ്ടാവുകയും ക്യാമ്പുകളിലേക്ക് മാറുകയും ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് മാനസിക പിന്തുണ നൽകാൻ ആവശ്യമായ സേവനങ്ങൾ ഉറപ്പുവരുത്തണം. ഒറ്റക്കല്ല ഒപ്പമുണ്ട് എന്ന പദ്ധതിയുടെ ഹെൽപ്പ് ലൈനുകൾ വഴി ആ സേവനം ലഭ്യമാക്കണം. ചെയിൻ കോൾ, ഈ പേരിൽ കോവിഡ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പരിപാടിക്ക് കുടുംബശ്രീ രൂപം നൽകിയിട്ടുണ്ട്. എല്ലാ അയൽക്കൂട്ടങ്ങളിലെയും ഓരോ അംഗത്തെയും ഫോൺ ചെയ്ത് കോവിഡ് കാലത്ത് പാലിക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കും. സഹായങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി സംയോജിച്ച് ലഭ്യമാക്കുകയും ചെയ്യും. 4 ലക്ഷത്തോളം കുടുംബങ്ങളെ ഇതുവരെ നേരിട്ട് വിളിച്ച് ബോധവൽക്കരണം നടത്തി. ഗൃഹപരിചരണം എങ്ങനെ കാര്യക്ഷമമാക്കാം, ക്വാറന്റൈൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി 15-ലേറെ വിഷയങ്ങൾ വിദഗ്ധ ഡോക്ടർമാർ നയിക്കുന്ന ക്ലാസ്സുകളിൽ അവതരിപ്പിക്കും. ഇത് കുടുംബശ്രീ അംഗങ്ങൾക്കായി നൽകി വരുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും സംയോജനത്തോടെ നടത്തുന്ന ഈ ക്ലാസ്സുകൾ താഴെ തട്ടിലുള്ള ബോധവൽക്കരണത്തിന് ഏറെ സഹായകമാകും. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് തലങ്ങളിൽ റിസോഴ്സ് പേഴ്സൺമാരുടെ പൂൾ രൂപീകരിച്ച് ഒരു ബൃഹത് ക്യാമ്പയിൻ കൂടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യുകയാണ്.
കേരളത്തിലെ 1063 ജനകീയ ഹോട്ടലുകളുടെ ഓരോ ദിവസവും 1,00,000-ലേറെ പേർക്ക് പൊതിച്ചോറ് നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സഹായ കേന്ദ്രം ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ 3000-ഓളം MSW വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും സന്നദ്ധ സംഘടനകളും കുടുംബശ്രീയും നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളും ഈ പദ്ധതി ഏകോപിപ്പിക്കും. ബ്ലോക്ക് തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ BRCകളും ജില്ലാതലത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടെ സാമൂഹ്യനീതി വകുപ്പും പദ്ധതി നിർവഹണം നടത്തും. തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിലെ വാർ റൂം കേന്ദ്രീകരിച്ച് തന്നെയാവും ഇതിൻ്റെയും ഏകോപനം. വിവിധ ഭിന്നശേഷി അവകാശ സംഘടനകളും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും ഇതുമായി സഹകരിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവനകൾ ഉണ്ടാകുന്നുണ്ട്. സംഘടനകളും വ്യക്തികളുമടക്കം നാളിതുവരെ 32ഓളം പേർ നോർക്കയെ ബന്ധപ്പെടുകയും സംഭാവനകൾ നൽകാൻ സന്നദ്ധ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലത് ബെറിൻ കേരള സമാജം 137 ഓക്സിജൻ സിലിണ്ടറുകൾ, ബെറിനിലെ VKL ഗ്രൂപ്പ് ഒരു ഓക്സിജൻ ടാങ്ക്, നോർത്ത് അമേരിക്കൻ നെറ്റ്വർക്ക് ഓഫ് മലയാളി മുസ്ലിം അസോസിയേഷൻ നന്മ 500 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ഖത്തറിലെ കേരള ബിസിനസ് ഫോറം 3 എയർവോ മെഷീനുകൾ. ഇവ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖാന്തരം വിവിധ ആശുപത്രികളിലേക്ക് വിതരണം ചെയ്തു വരികയാണ്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളുടെ പ്രവാഹം. ആലപ്പുഴ കാർഡ് ബാങ്ക് 3.5 ലക്ഷം രൂപയും ജീവനക്കാർ 2 ദിവസത്തെ ശമ്പളമായ 39,780 രൂപയും പ്രസിഡൻറ്റിൻ്റെ സംഭാവനയായി 25,000 രൂപയും. കോവിഡ് കരുതൽ കേന്ദ്രത്തിന് ഏഴുകോൺ സ്വദേശി N പവനൻ ടെലിവിഷൻ സംഭാവന നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ ജില്ലയിലെ വിവിധ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ലഭ്യമാക്കാൻ 38,66,310 രൂപ. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ദീൻദയാൽ ഉപാധ്യായ ദേശീയ അവാർഡ് തുക 15 ലക്ഷം ദുരിതാശ്വാസ നിധിയിലേക്ക്. NSSന് വേണ്ടി 10 ലക്ഷം രൂപ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കൈമാറി. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ സംസ്കാരയുടെ അംഗങ്ങൾ 11,34,000 രൂപ.
മഞ്ചേശ്വരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 11,32,319 രൂപ. പാട്യം ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ. അവിടെ മെമ്പർമാർ 67,000 രൂപ. നീലേശ്വരം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും 5,93,717 രൂപ. വെമ്പായം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 5,39,300 രൂപ. കേരള ലോ അക്കാഡമി 5 ലക്ഷം രൂപ. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ. കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലെ ജീവനക്കാർ മാറ്റിവെച്ച വേതനത്തിൻ്റെ 1-ാം ഗഡു 4,86,500 രൂപ. വയനാട് കാർഷിക ഗ്രാമവികസന ബാങ്കും ജീവനക്കാരും ചേർന്ന് 2,15,550 രൂപ. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ എംപ്ലോയീസ് യൂണിയനും കോച്ചസ് യൂണിയനും 2,09,945 രൂപ. കതിരൂർ വില്ലേജ് വനിതാ സഹകരണ സംഘം 1,07,542 രൂപ. ചേർത്തല ലക്കി ലേക്ക് റിസോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 1 ലക്ഷം രൂപ. പുനലാൽ സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം 1 ലക്ഷം. CPIM കല്യാട് ലോക്കൽ കമ്മിറ്റി 92,000. SFI കോതമംഗലം 70,425. മാനന്തേരിയിലെ VK മാലതി ടീച്ചറും മകൾ രത്നവേണി ടീച്ചറും 50,000. ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്ക് 50,000. കാഞ്ഞങ്ങാട് പാലക്കി കുടുംബത്തിലെ ഡോക്ടർ ജൽവ പാലക്കി 50,000. SN കവലയിലെ കയർ ഫാക്ടറി ഉടമ പുരുഷൻ ചിറയിൽ 50,000. കാളഞ്ചിറ ഗ്രാനൈറ്റ്സ് ഉടമ അബു കാളഞ്ചിറ 50,000. മഞ്ചേരി കുറുത്തേടത്ത് AMLP സ്കൂളിലെ അധ്യാപകർ ഡെഫേർഡ് സാലറിയുടെ ആദ്യ ഗഡുവായ 45,204 രൂപ. പിണറായി കളക്റ്റീവ് ഫാമിംഗ് സഹകരണ സംഘം ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 33,000. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ 30,000. മാനന്തേരിയിലെ കരുവാത്ത് രമേശ് ബാബു പേരമകളുടെ പേരിൽ ചടങ്ങിന് കരുതി വെച്ച 30,000. കോട്ടയം ജില്ലയിലെ പുഷ്പ വ്യാപാരികൾ 25,000. സഖാവ് K അനിരുദ്ധൻ്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ചടങ്ങുകൾ ഒഴിവാക്കി അതിനായി കരുതിയ 25,000 രൂപ മകൻ ഡോക്ടർ എ സമ്പത്ത് കൈമാറി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 25,000. ചേർത്തല സർവീസ് ക്ലബ്ബ് 25,000. തിരുമല ഉദയഗിരി നഗർ റെസിഡൻസ് അസോസിയേഷൻ 25,000. വർക്കല വൺ കേരള ബറ്റാലിയൻ NCCയിലെ അസോസിയേറ്റ് NCC ഓഫീസർമാർ 20,000 രൂപ. നീലേശ്വരം ഗുഡ്ഷെഡ് തൊഴിലാളി യൂണിയൻ CITU 20,000. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മുൻ ചെയർമാൻ മാലുക് മുഹമ്മദ് 20,000. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് കടക്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് 20,000. തിരുവനന്തപുരം ജില്ലയിലെ ദീർഘദൂര ഓട്ടക്കാരുടെ കൂട്ടായ്മയായ I10 റൺ റേസ് ക്ലബ്ബ് 20,000. ചോറ് വാട്സപ്പ് കൂട്ടായ്മ കാഞ്ഞങ്ങാട് 20,000. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ 13,500. തണ്ണീർമുക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവീൺ G പണിക്കർ 11,600. നീലേശ്വരം കണിയാമ്പറമ്പിൽ കൂട്ടായ്മ 10,101 രൂപ. കിനാനൂർ കരിന്തളം ചെന്നിക്കോട് CM കുഞ്ഞമ്പു നായരുടെ സ്മരണക്ക് മകൻ ബാലചന്ദ്രനും കുടുംബവും 10,005 രൂപ. വായ്പറമ്പിലെ കുന്നത്ത് ഭാർഗവി ടീച്ചർ
10,001. കൈതേരിയിലെ KN ഗോപി മാസ്റ്റർ 10,000. പാട്യത്തെ കൈലാസൻ മാസ്റ്റർ 10,000. കൈതേരി വട്ടപ്പാറയിലെ റിട്ടയേർഡ് അധ്യാപിക KK ലക്ഷ്മിക്കുട്ടി 11,000. ലക്ഷ്മിക്കുട്ടി 10,000 രൂപ. മാലൂർ തോലമ്പ്രയിലെ റിട്ടയേർഡ് അധ്യാപകൻ പൂവാടൻ ബാലൻ 10,000. റിട്ടയേർഡ് അധ്യാപകരായ പെർലശ്ശേരി വിനയവിഹാറിൽ രാഘവനും മാങ്കാവിൽ ബാലസുബ്രഹ്മണ്യനും 10,000 രൂപ വീതം കൈമാറി. ഒമേഗ ടൂറിസ്റ്റ് ഹോം നീലേശ്വരം 10,000. പിണറായി യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെണ്ടിട്ടായി 8,000. മാലൂർ കാഞ്ഞിലേരിയിലെ റിട്ടയേർഡ് അധ്യാപകൻ G ഗംഗാധരൻ 7,500. മുഴപ്പാല നരിക്കോട് UP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി നൈനിക സമ്പാദ്യ കുടുക്കയിലെ 5,000 രൂപ. ബ്ലാത്തൂരിലെ വത്സല മകൾക്ക് സ്റ്റൈപ്പൻഡായി ലഭിച്ച 5,000. ചോറോട് ബാങ്ക് പ്രസിഡന്റ് V ദിനേശൻ 5,000. ബ്ലാത്തൂരിലെ വിദ്യാർത്ഥികളായ സഫ്ദറും സർഫറൂഷും 5,000. കാസർഗോഡ് കൊളത്തൂർ പാണ്ടിക്കണ്ടത്തെ കുഞ്ഞികൃഷ്ണൻ പ്രിയ ദമ്പതികളുടെ മകൾ ശിവന്യശ്രീയുടെ പിറന്നാൾ ആഘോഷത്തിനായി മാറ്റിവെച്ച 3,001. മാനന്തേരി മണ്ണന്തറയിലെ ഇസ ഐറ 3,000. CPIM കുന്നപ്പുഴ ഞാലിക്കോണം ബ്രാഞ്ച് അംഗം രാമു 2,500. കൈതേരി 12ാം മൈലിലെ രമേശൻ രജനി ദമ്പതികൾ 2,000. കോഴിക്കോട് തിക്കോടി ജെനി രജേഷ് സൈക്കിൾ വാങ്ങാൻ കൂട്ടിവെച്ച 1,639. ഓമശ്ശേരി പുതുവാരണ്ടത്തിൽ ഇമ്പിച്ചാലി വാർദ്ധക്യകാല പെൻഷനായി ലഭിച്ച 1,600. കുളത്തുപറമ്പിലെ അൽഷിൻ 1,746. മേമുണ്ട സ്കൂൾ വിദ്യാർത്ഥി നമിത്താർ സുരേഷ് സ്കോളർഷിപ്പ് തുക 1,000 രൂപ. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ മരണനിരക്ക് ഇങ്ങനെ ഉയരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതല്ല. ഇത് പ്രതീക്ഷിതാണോ? വിദഗ്ധരൊക്കെ എന്താണ് പറയുന്നത്? ഈ 170 കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. രണ്ടാമത് SLC IT പ്രാക്ടിക്കൽ ഒഴിവാക്കുമ്പോൾ പകരം മാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ബദൽ സംവിധാനം എന്തായിരിക്കും? ഈ മരണനിരക്കിൻ്റെ കാര്യം നമ്മുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഗൗരവമായി പരിശോധിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിൽ നാം കാണേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നൊരു കാര്യമാണ്. രോഗവ്യാപനം വല്ലാതെ വർദ്ധിച്ചാൽ അതിനനുസൃതമായിട്ടുള്ള മരണനിരക്കും കൂടാൻ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മരണം സംഭവിക്കുന്നത് കുറച്ച് നാൾ മുൻപുള്ള അതിവ്യാപന ഘട്ടത്തിലെ രോഗികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. പക്ഷേ എന്താണത്, എങ്ങനെയാണ് കുറച്ച് കൊണ്ടുവരാൻ കഴിയുക എന്ന കാര്യം ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ SLCയുടെ പ്രാക്ടിക്കലിന് വേറെ ബുദ്ധിമുട്ടില്ല. നേരത്തെ പ്രാക്ടിക്കൽ അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശരാശരി എടുത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ വാക്സിൻ നേരിട്ട് വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ സംസ്ഥാനം. അപ്പോൾ ഈ പുതിയൊരു റിപ്പോർട്ട് വരുന്നത് ഈ വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്നലെ CM പറഞ്ഞു വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നവർക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പ്രിഫർ ചെയ്യുന്നത് കോവിഷീൽഡാണ്. കൂടുതൽ രാജ്യങ്ങളും WHO അംഗീകരിച്ചതും കോവിഷീൽഡാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് വാങ്ങിക്കുന്നതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി വെച്ചിട്ടുണ്ടോ? കോവിഷീൽഡാണോ കോവാക്സിൻ ആണോ അങ്ങനെ പ്രയോറിറ്റി വെച്ചിട്ടുണ്ടോ? ഇത് WHO അംഗീകരിച്ച വാക്സിനുകൾ ലോകത്താകെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അത് ഏതാണ് ലഭ്യമാവുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ആ ലഭ്യമാകുന്നത് നമുക്ക് ഇറക്കുമതി ചെയ്യാനുള്ള നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. CM ഇന്നലെ പാഠപുസ്തക വിതരണത്തെക്കുറിച്ചും ഇന്ന് പ്രാക്ടിക്കൽ പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ ക്ലാസ് എന്നാണ് തുടങ്ങുന്നത്? ഈ പുതിയ അധ്യയന വർഷം എന്നാണ് തുടങ്ങുന്നത്? ഓൺലൈൻ ക്ലാസ് തന്നെയാണോ? ജൂൺ 1 തന്നെ തുടങ്ങുന്നുണ്ടോ? എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക എന്നുള്ളത് ഇതിൻ്റെ പിന്നാലെ അറിയിപ്പായിട്ട് നൽകാം. പക്ഷേ പെട്ടെന്ന് നമുക്ക് സാധാരണ രീതിയിലുള്ള ക്ലാസ് നടത്താനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ. ഈ സാഹചര്യം മാറിയാൽ മാത്രമല്ലേ റെഗുലറായിട്ട് ക്ലാസ് നടത്താൻ പറ്റൂ. അങ്ങനെയാകുമ്പോൾ നേരത്തെയുള്ള ഓൺലൈൻ ക്ലാസ് തന്നെ തുടരേണ്ടതായിട്ട് വരും എന്നതാണ് ഇപ്പോൾ ഉള്ള നില വെച്ചുകൊണ്ട് പറയാൻ പറ്റുക. അതേസമയം മറ്റു കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കും.
CM ഈ കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഫംഗസിൻ്റെ കാര്യത്തിൽ CM അന്ന് പറഞ്ഞിരുന്നു സംസ്ഥാനത്തിന് ആശങ്ക വേണ്ട എന്ന്. പക്ഷേ അതിനുശേഷം സംസ്ഥാനത്ത് പലയിടത്തും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗുരുതര രോഗാവസ്ഥയിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണം പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് സംസ്ഥാനത്തിന് അത്തരത്തിലൊരു ആശങ്കയുണ്ടോ നിലവിൽ? ഇതിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴുള്ള വസ്തുത. നേരത്തെ പറഞ്ഞത് എന്താ, കോവിഡ് രോഗത്തിന് മുൻപ് ഈ രോഗം ഇവിടെയുണ്ട്. അതുമായി താരതമ്യപ്പെടുത്തിയാൽ ഇപ്പോൾ ഉണ്ടായ രോഗം വളരെ കൂടുതലാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. അതേ നില തന്നെയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമായ മെഡിക്കൽ ഓഡിറ്റും നടക്കും ഇതിൻ്റെ ഭാഗമായി. CM കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അങ്ങയുടെ ഓഫീസിന് പ്രത്യേക ഉപദേശകരുണ്ടായിരുന്നു. മാധ്യമ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, അതുപോലെ IT ശാസ്ത്ര ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, സാമ്പത്തിക, അങ്ങനെ പോലീസ്, അത്തരത്തിലുള്ള ഉപദേഷ്ടാക്കൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുമോ? ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധി ഉണ്ടായിരുന്നു, അത് തുടരുമോ? വരട്ടെ, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഓഫീസെല്ലാം താങ്ങി വരുന്നല്ലേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് കാണാം എങ്ങനെയാണ്. CM പുതിയ ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തിയിട്ടുണ്ട്. VD സതീശനാണ്. എങ്ങനെയാണ് അതിന് രാഷ്ട്രീയപരമായി കാണുന്നത്? അതാ VD സതീശൻ്റെ അസംബ്ലി പെർഫോമൻസ് ഒക്കെ വെച്ചാൽ നല്ല മികവാർന്ന ഒരു പ്രതിപക്ഷ നേതാവായിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. അദ്ദേഹത്തിൻ്റെ അസംബ്ലി നടപടികൾ നിങ്ങളും എല്ലാം വീക്ഷിച്ചതായിരിക്കുമല്ലോ. പ്രതിപക്ഷ നിരയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അംഗമായിട്ടാണ് അദ്ദേഹം എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല മികവാർന്നൊരു പ്രതിപക്ഷ നേതാവായിരിക്കാൻ തന്നെയാണ് സാധ്യത. സർക്കാരിന് പുതിയ പ്രതിപക്ഷ നേതാവ് എല്ലാ ക്രിയാത്മക പിന്തുണയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ അങ്ങ് ഇപ്പോൾ വിലയിരുത്തുന്നു? അങ്ങ് രണ്ടാമത് വീണ്ടും മുഖ്യമന്ത്രിയാകാം. അത് അദ്ദേഹത്തിന് ഈ വിഷമത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ കൂടി വേണോ? അതില്ലാതിരിക്കലാണ് നല്ലത്. CM ഇടുക്കിയിലെ കർഷകർ വലിയൊരു പ്രതിസന്ധി നേരിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ മലഞ്ചരക്ക് സാധനങ്ങൾ വിൽക്കാൻ കടകൾ തുറക്കാത്തതുകൊണ്ട് ഈ കുരുമുളക് അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം കിടന്ന് നശിച്ചു പോകുന്നുണ്ട്. അന്നേരം ഒരു ദിവസമെങ്കിലും തുറക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങോട്ട് ആശങ്ക അവർക്കുണ്ട്. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ CM? അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മലഞ്ചരക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ചില ദിവസങ്ങൾ അനുവദിക്കുമെന്നുള്ളത്. അത് അനുവദിക്കുന്ന നടപടി സ്വീകരിക്കും. CM ഈ മന്ത്രിമാർ മൊത്തത്തിൽ മാറിയല്ലോ. ഈ ബോർഡ് കോർപ്പറേഷൻ നമ്മൾ പഴയ നിലയിൽ തന്നെ തുടരുകയാണ്. നിലവിലുള്ള ആൾക്കാർ തന്നെ തുടരുമോ അതോ പുതിയ ആൾക്കാർ വരുമോ? അങ്ങനെ ആലോചിക്കുന്നു. സ്വാഭാവികമാണ്, കുറച്ചു കാലം അത് തുടരും. പക്ഷേ സാധാരണ നിലക്ക് പുതിയ ബോർഡും അതായത് പുതിയ ആളുകൾ വരാനാണ് സാധ്യത. CM ഇന്നലെ പറഞ്ഞിരുന്നു, ഇപ്പം CM നേരത്തെ പറഞ്ഞ PSC അഡ്വൈസ് മെമ്മോ ഓൺലൈൻ വഴി അയക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PSC ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് സമരം നടത്തുന്നു. CM അത് വിളിച്ച് ഒരു ചർച്ച നടത്തി സർക്കാർ ഒത്തുതീർപ്പാക്കി. അപ്പോൾ അവരുടെ ഒരു നിയമന കാര്യത്തിൽ സർക്കാർ ഈ ഒരു CM പറഞ്ഞ ഓൺലൈൻ കാര്യത്തിൽ അവർ കൂടി ഉൾപ്പെടുമോ? അവരുടെ നിയമനം എന്നത്തേക്ക് സാധ്യമാകും? അത് അവർ അന്വേഷിക്കുന്നു. ഓൺലൈൻ വഴി അയക്കുക എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുകയല്ല. ആ കാര്യം അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് PSC ചെയർമാനുമായി ചർച്ച ചെയ്യാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് PSCയുമായി ചർച്ച ചെയ്ത് നടപ്പാക്കുന്ന കാര്യം പരിശോധിക്കുക. അത് പിന്നെ നടപ്പാക്കുമ്പോൾ എല്ലാവർക്കും ബാധകമായിരിക്കില്ലേ. CM ഈ ലോക്ക്ഡൗൺ നീണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ, ആയിരക്കണക്കിന് ചെറുകിട വ്യവസായ യൂണിറ്റുകൾ കേരളത്തിലുണ്ട്. അതെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് പരിമിതമായ തോതിലെങ്കിലും ഈ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എന്തെങ്കിലും സംവിധാനം കുറച്ച് ദിവസങ്ങൾ തുറക്കാൻ പറ്റുമോ എന്നൊരു അന്വേഷണം വരുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് വിഷമമായിരിക്കും. അങ്ങനെ ഇളവുകൾ കൊടുത്താൽ വല്ലാത്ത പ്രയാസം വരും. ഇപ്പം തന്നെ സംഭവിച്ചത് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒഴിവാക്കുന്ന നില നമ്മളെടുത്തു. അപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒഴിവാക്കുന്നതെന്ന് കേട്ടപ്പോൾ ഈ ലോക്ക്ഡൗൺ തന്നെ ഒഴിവായി എന്നുള്ളൊരു മട്ടിൽ ചിലയിടത്ത് ആളുകൾ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊരു നില നമ്മൾ എടുക്കരുത്. ലോക്ക്ഡൗൺ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആവശ്യമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കണമെന്നുള്ളത് കൊണ്ടാണ്. അത് ചിലയിടത്ത് അതിൻ്റെ ലംഘനം ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കണം. ലോക്ക്ഡൗൺ പാലിച്ച് തന്നെ പോകണം. നല്ല കുറവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CM ഇപ്പോൾ ഈ ഓൺലൈൻ വ്യാപാരങ്ങൾ ശക്തിപ്പെടുത്തുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പ്രമുഖ വ്യാപാരികളൊക്കെ തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഒരു കോമൺ പ്ലാറ്റ്ഫോം അവർക്ക് ഓൺലൈൻ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പ്രമുഖ ടെക്സ്റ്റൈലുകളൊക്കെ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു സർക്കാർ തലത്തിലൊരു കോമൺ പ്ലാറ്റ്ഫോം അതിനുണ്ടാവുമോ? അല്ല, നേരത്തെ പറഞ്ഞത് അവരവർ തന്നെ ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കി അതിന് ഓൺലൈൻ വിൽപ്പന നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ്. ഇത്തരമൊരു കൂട്ടായ്മ അവരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിന് സർക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അപ്പോൾ ആലോചിക്കാം. CM ഈ കൊടകര ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളിലേക്ക് അന്വേഷണം വന്നിട്ടുണ്ട്. നാളെ ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യുകയാണ്. ഉന്നത നേതാക്കളിലേക്ക് പോകും എന്ന് കരുതാൻ കഴിയുമോ? CM അങ്ങനെ പോലീസ് അങ്ങനെ വല്ല സൂചന നൽകിയിട്ടുണ്ടോ?
അല്ല, എൻ്റെ അടുത്ത് അതിൻ്റെ സൂചനകളില്ല. അത് പോലീസുമായിട്ട് ചോദിച്ചാലേ പറയാൻ പറ്റും. ഈ സ്കൂളുകളിലൊക്കെ ഇപ്പം ക്ലാസ്സുകൾ നടക്കാത്തതുകൊണ്ട് ഈ അധ്യാപക നിയമനങ്ങളൊക്കെ പൂർണ്ണമായും നിന്ന അവസ്ഥയിലാണ്. അത് തുടങ്ങാനുള്ള സാധ്യത വല്ലതുമുണ്ടോ? അത് കോവിഡിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. നമ്മളാരും ഇങ്ങനെയൊരു ഘട്ടം പ്രതീക്ഷിച്ചതല്ലല്ലോ. കോവിഡിനെ ആശ്രയിച്ചാണ് അതൊക്കെ നിൽക്കുന്നത്. CM ഇന്നലെ ഈ മൊബൈൽ കടകൾ, കണ്ണട കടകൾ എല്ലാ ദിവസവും അല്ലാതെ ഒരു ദിവസം ഇത്ര സമയം ആഴ്ചയിൽ അവസാനം അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തൂടെ? ഇപ്പോൾ പലരും നമ്മളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അതുപോലെ ചില ഫാക്ടറികളുടെ കാര്യം, ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ, അങ്ങനെ ഇത് ചെറിയൊരു സമയം കൊടുത്ത് അങ്ങനെ പറ്റുമോ ഇതിനൊക്കെ? അല്ല, ഇതുപോലുള്ള ചില കാര്യങ്ങൾക്ക് ഈ മൊബൈൽ കടകൾ, കണ്ണട അതുപോലുള്ള കാര്യങ്ങൾക്ക് നേരത്തെ ചില ഇളവുകൾ നമ്മൾ കൊടുത്തിരുന്നു. അത് ആ മോഡലിൽ എങ്ങനെ സാധിക്കും എന്നുള്ളത് പരിശോധിക്കാം നമുക്ക്. CM സഭാ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കുകയാണ്. ഈ ബജറ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയാകും? സമ്പൂർണ്ണ ബജറ്റ് ആയിരിക്കും, അല്ല കഴിഞ്ഞ ബജറ്റ് പുതുക്കുകയാണോ? എന്താണ് അക്കാര്യത്തിലുള്ള തീരുമാനം? കഴിഞ്ഞ ബജറ്റ് ഞങ്ങൾ അവതരിപ്പിച്ച ബജറ്റ് തന്നെയാണല്ലോ. അതിലെന്താ സംശയം? ആ ബജറ്റ് നിലനിൽക്കുകയല്ലേ. എന്നാൽ ഒരു നിയമസഭ പുതുതായിട്ട് വരുന്നു, പുതിയ ഗവൺമെൻറ് വന്നിരിക്കുന്നു. അതിൻ്റെ സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് പറയാനുണ്ടെങ്കിൽ അതായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. മറ്റ് കഴിഞ്ഞ ബജറ്റ് ഞങ്ങളുടെ ബജറ്റ് തന്നെയാണ്. അതിനകത്ത് അടിസ്ഥാനപരമായി മാറ്റങ്ങളൊന്നും വരാനില്ല. മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളതായിരിക്കും ബജറ്റ് എന്നേ കാണാൻ പറ്റും. ബാക്കി എന്നാൽ പിന്നെ പോരെ. CM സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് CM നേരത്തെ പറഞ്ഞപ്പം കഴിഞ്ഞ തവണ ജൂൺ 1 ഓൺലൈനായിട്ട് ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പുതിയ കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി സ്കൂളുകൾ ക്ഷണിക്കുന്നുണ്ട്, പാഠപുസ്തകത്തിന് വേണ്ടി കുട്ടികളെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല ലോക്ക്ഡൗൺ കാരണം. അപ്പോൾ അത് നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ടോ? അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് പരിശോധിക്കട്ടെ എന്നിട്ട് പറയാം.